ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെള്ള അവിയലാണ്. സാധാരണ നമ്മൾ മഞ്ഞളൊക്കെ ചേർത്ത് ഒരു മഞ്ഞ കളറിലാണ് അവിയൽ വെക്കുന്നത്. ഈ ഓണത്തിന് വ്യത്യസ്തമായിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വെള്ള അവിയൽ റെസിപ്പി ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ആവശ്യമുള്ളത് പലതരത്തിലുള്ള വെജിറ്റബിൾസാണ്. ചേന അവൈലബിൾ ആയിട്ടുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ചക്കക്കുരു അവൈലബിൾ ആയിട്ടുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് കായ, മുരിങ്ങക്ക, ക്യാരറ്റ്, ബീൻസ്, കുമ്പളങ്ങ, ഇത്രയും ഐറ്റംസ് ഇതുപോലെ തന്നെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്ത് 1 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 10 മിനിറ്റ് ഒരേ ടെമ്പറേച്ചറിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അവിയൽ നമ്മൾ വേവിക്കുമ്പോൾ ഒറ്റ ആവിയിൽ വേവിച്ചെടുക്കണമെന്നാണ് മുതിർന്നവർ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇത് വേകുന്ന സമയത്തിന് 1 കപ്പ് തേങ്ങ, 3 അല്ലി വെളുത്തുള്ളി, 4 ചുമന്നുള്ളി, 4 പച്ചമുളക്, പിന്നെ കാന്താരി ഉള്ളവർക്ക് കാന്താരി ഉപയോഗിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ ഒരു നല്ല രുചി തരുന്നത്. ഇത്ര ഐറ്റംസ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കഷ്ണങ്ങൾ ഒരു 90% വെന്തു. അതിലേക്ക് ഈ ചതച്ചെടുത്ത ഒതുക്കിയെടുത്ത തേങ്ങയുടെ മിശ്രിതം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇത് ഒരു നല്ലതായിട്ട് ആവി കയറണം. ഇവിടെ നമ്മൾ ആവി കയറിയതിന് ശേഷം ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉരുളിയിലാണ് വെക്കുന്നതെങ്കിൽ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ലതായിട്ട് ഇത് ഇളക്കിയെടുത്തു. ആ പച്ചത്തേങ്ങ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ രുചി ഇതിലേക്ക് കഷ്ണത്തിലേക്ക് പിടിക്കും. ഓഫ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് തൈരാണ് ചേർക്കുന്നത്. അതാണ് പറഞ്ഞത്, തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. വീണ്ടും ഒന്നുകൂടെ ഇളക്കുക. അവിയൽ നമ്മൾ സാധാരണ ഓണത്തിന് ഉപയോഗിക്കുന്നത് പെരണ്ട് ഇരിക്കുന്നതാണ്. ഇതിലേക്ക് രുചി കൂടാനായിട്ട് ഒരു 5 ചുമന്നുള്ളി ചതച്ച് ചേർക്കുകയാണ്. കൂടാതെ തന്നെ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇതുപോലെ തന്നെ മുറിച്ചിടാം. ഈ കറിവേപ്പിലയും ചുമന്ന ഉള്ളിയും പിന്നെ നമ്മൾ ചേർക്കുന്ന വെളിച്ചെണ്ണയും കൂടെ ചേർത്ത നല്ല ഒരു രുചിയും മണവും ഈ അവിയലിന് കിട്ടും. ഇത് വീണ്ടും ഒന്ന് ഓഫ് ചെയ്ത ചൂടിൽ തന്നെ, ചട്ടിയുടെ ചൂടിൽ തന്നെ ഒരു 5 മിനിറ്റ് കൂടെ വെക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കാത്തത് കൊണ്ട് ഇത് നല്ല വെള്ള കളറിലിരിക്കും. അങ്ങനെ ഒരു വെളുത്ത അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്.